എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഡോക്ടർ ആളാണെങ്കിൽ ഇപ്പൊ ആളുടെ ലാബിലേക്ക് കടന്നു പോവാണ്. അപ്പൊ ദൂരത്തായിട്ട് നമ്മുടെ മൊട്ടപ്പൻ അവൻ ആ ഡോക്ടറിനെ ഫോളോ ചെയ്തു വന്ന് ആളുടെ ലാബ് കണ്ടെത്തും. യാഹൂ, ഒടുവിൽ ഞാനത് കണ്ടെത്തി. ഇതാണ് ഡോക്ടർ ജെറോമിന്റെ ആ ലാബ്. എത്രയും വേഗം എനിക്കിതെന്റെ ഫ്രണ്ട്സിനെ അറിയിക്കണമെന്ന് പറയും. അപ്പൊ ലാബിന്റെ എൻട്രൻസിൽ ഡോക്ടർ ആളാണെങ്കിൽ മൊട്ടപ്പനെ നോക്കി പരിഹസിക്കും. നീ തുള്ളിച്ചാടിക്കോ, പക്ഷെ യാതൊരു കാര്യവുമില്ല. ഞാൻ എന്റെ ലാബിൽ എത്തിക്കഴിഞ്ഞു. ഉറപ്പായാലും അവരിവിടെ എത്തുന്നതിന് മുൻപ് 17ഉം 18ഉം അവർ രണ്ടുപേരും ബാക്ക് ടു നോർമലായി യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് ഇപ്പൊ ഡോക്ടർ ആണെങ്കിൽ അകത്തേക്ക് പോയി സീക്രട്ട് പാസ്വേഡൊക്കെ ഉപയോഗിച്ച് ആ ഡോർ തുറന്ന് ലാബിന്റെ അകത്തേക്ക് പോകും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ അവന്റെ പവർ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്ത് സുകളുമായിട്ട് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാൻ ആ ഡോക്ടറിന്റെ ലാബ് അത് കണ്ടെത്തി, എത്രയും വേഗം ഇവിടേക്ക് വായോ. ആ ശബ്ദവും പവറും തിരിച്ചറിഞ്ഞ അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പൊ അവിടെ ലക്ഷ്യമാക്കി കടന്നു വരാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ ലാബിലെത്തിയ ഡോക്ടറാണെങ്കിൽ ആദ്യം 17 ലോക്ക് ചെയ്തിരുന്ന ആ ഒരു പീസ് ഡോറ് അത് ഓപ്പൺ ചെയ്യും. ഉടനെ 17 അത് പുറത്തേക്ക് വരികയാണ്. 17 ആണെങ്കിൽ ഡോക്ടറിന്റെ കയ്യിലുള്ള ആ ഒരു കൺട്രോൾ പാനലിലേക്ക് നോക്കും. അതിനുശേഷം ഡോക്ടറിനോട് നന്ദി പറഞ്ഞ് വളരെ ഡീസന്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. വാവ്, നിങ്ങളിപ്പോൾ ശരിക്കും ചേഞ്ച് ആയിരിക്കുകയാണ്. നിങ്ങളുടെ ബിഹേവിയറിൽ ഞാൻ ചില ചേഞ്ചസ് ഒക്കെ വരുത്തി, അതുകൊണ്ടാണ് ഇപ്പൊ മാന്യമായിട്ട് നീ പെരുമാറുന്നത്. അതായിട്ട് നിന്റെ സിസ്റ്ററിനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ 18നെ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കേസിന്റെ ഡോറ് അത് ഓപ്പൺ ചെയ്യും. 18ഉം പുറത്തേക്ക് വന്ന് ഇപ്പൊ ഡോക്ടറിനെ നോക്കി വിഷ് ചെയ്യും. അവളും ആ കൺട്രോൾ പാനലിലേക്കായിരിക്കും ആദ്യം ശ്രദ്ധിക്കുക. ഡോക്ടർ ആണെങ്കിൽ രണ്ടുപേരുടെയും ജെന്റിൽ ആയിട്ടുള്ള പെരുമാറ്റത്തിൽ വളരെയധികം സന്തോഷം കൊള്ളൂ. വാവ്, നിങ്ങളുടെ ബിഹേവിയർ അത് ശരിക്കും ചേഞ്ച് ആയിരിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഒബേ ചെയ്യണം. ഫസ്റ്റ് ടൈം ഉണ്ടായതുപോലെ യാതൊരു മിസ്റ്റേക്കും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനായിട്ട് പാടില്ല. ഗോക്കുവും അവന്റെ ഫ്രണ്ട്സും ലാബ് ലക്ഷ്യമാക്കി വരുന്നുണ്ട്. അവരെ ആരെയും വെറുതെ വിടരുത്, എല്ലാവരെയും ഇന്ന് തള്ളണം. ഞാൻ ആൻഡ്രോയിഡായി മാറിയത് തന്നെ എറ്റേണൽ ലൈഫിന് വേണ്ടിയാണ്. സോ എന്റെ ജീവൻ നശിപ്പിക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ എന്നോടൊപ്പം കട്ടയ്ക്ക് നിൽക്കണം. അതിനവരും ഒക്കെ പറഞ്ഞ് ആൾക്കാരെ നേരിടാനായിട്ട് ഇപ്പൊ ലാബിന്റെ പുറത്തേക്ക് നടന്നു വരാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ പിക്കലോയും മാർഷൽ ആർട്സ് മാനും മൊട്ടപ്പനും അവരെല്ലാവരും ആ ഡോറിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. പിക്കലോയും മാർഷൽ ആർട്സ് മാനും ആണെങ്കിൽ ആ ഡോർ തകർക്കാൻ അകത്തേക്ക് പോകും. അത് കണ്ട മൊട്ടപ്പനാണെങ്കിൽ അവരെ തടയും. പ്ലീസ്, ദയവ് ചെയ്ത് നിങ്ങളിപ്പോൾ അവിടേക്ക് പോകരുത്. ആ ഡോക്ടർ ഒരുപാട് സമയമായി അകത്തേക്ക് പോയിട്ട് ഇതിനോടകം അവൻ ചിലപ്പോൾ 17നെയും 18നെയും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അത് കേട്ട് പിക്കലാണെങ്കിൽ തീർത്തു പറയും, കുഴപ്പമില്ല, എന്തു വന്നാലും നമ്മളിത് ഫേസ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് ആ ഡോറിനടുത്തേക്ക് പോയി ഡോറിൽ ആഞ്ഞെട്ടിക്കും. അതേസമയം ഇവിടെ ഡോക്ടർ ആണെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ അവരെത്തിക്കഴിഞ്ഞു, അവരെ ഇല്ലാതാക്കാൻ പറഞ്ഞ് ഹായ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്പർ 17 ആളുടെ കയ്യിലുള്ള ആ കൺട്രോൾ പാനൽ അത് പിടിച്ചു വാങ്ങും. ഡോക്ടറിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, ആള് കൺഫ്യൂസ്ഡ് ആവും. ആ സമയം 17 പറയും, ഇതുപയോഗിച്ച് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ ഡൈവേർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഇല്ലാതാക്കാനും ഒക്കെ കഴിയും. സോ ഇതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് അവനാ റിബോട്ടാണെങ്കിൽ ഇപ്പൊ അങ്ങനെ തകർത്ത് കളയുകയാണ്. അത് കണ്ട് ഇപ്പൊ ഡോക്ടറാണെങ്കിൽ ടെൻസ്ഡ് ആവും. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല, ഞാനാണ് നിങ്ങളെ ക്രിയേറ്റ് ചെയ്തത്. നമ്പർ 70 ചെയ്തത് വലിയ തെറ്റാണെന്ന് പറയും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഓ നോ, അവൻ ആ 17നെയും 18നെയും പുറത്തേക്ക് കൊണ്ടുവന്നാണ് തോന്നുന്നത്. നമ്മൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് വലിയ അപകടമാണെന്ന് പറയും. അടുത്ത നിമിഷം വജീറ്റയും ആളുടെ മകൻ ആ സൂപ്പർ ഹ്യൂമണും അവർ രണ്ടുപേരും അവിടേക്ക് കടന്നു വരും. വജീറ്റ ആണെങ്കിൽ ആ ഡോർ തുറക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ വജീറ്റയുടെ മകൻ അവനാണെങ്കിൽ വജീറ്റയെ തടയാണ്. പ്ലീസ്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. അറ്റ്ലീസ്റ്റ് നോക്കൂ, അവനൊന്ന് ബാക്ക് ടു നോർമൽ ആവുന്നത് വരെയെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. പക്ഷെ വജീറ്റ ആണെങ്കിൽ അത് കേൾക്കാൻ നിൽക്കാതെ ആ ഡോർ അങ്ങനെ തകർക്കുകയാണ്. അപ്പോൾ അവർ കാണും ഓപ്പോസിറ്റ് സൈഡിൽ 17ഉം 18ഉം അവരെ ക്രിയേറ്റ് ചെയ്ത ഡോക്ടർ ജെറോയും അവരങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. വെജീറ്റയാണെങ്കിൽ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കും. 17 ആൻഡ് 18 സൂപ്പർ ഹ്യൂമൺ, ഇവർ രണ്ടുപേരും അല്ലേ നീ പറഞ്ഞ റോബോട്ട്സ്? അതിനവൻ പറയും, അത് ആൻഡ്രോയിഡ് റോബോട്ട്സ് ഇവർ രണ്ടുപേരും തന്നെയാണ്. അവർ കാണും പോലെയല്ല, ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് അവർ. അത് കേട്ട് ഇപ്പൊ മൊട്ടപ്പൻ ഞെട്ടുകയാണ്. ഡോക്ടറാണെങ്കിൽ 17നോടും 18നോടും പറയും, ഇവരാണ് ഗോകുവിന്റെ ഫ്രണ്ട്സ്. എന്നെ അറ്റാക്ക് ചെയ്തതും നമ്പർ 19നെ ഇല്ലാതാക്കിയതും ഇവരാണ്. അത് കേട്ട് 17ഉം 18ഉം ഇപ്പൊ ഡോക്ടറിനോട് ചോദിക്കും, ഓ നിങ്ങൾ അടിപൊളിയാണ്, ഞങ്ങൾക്ക് ശേഷം 19 എന്ന് പേരുള്ള ഒരു റോബോട്ടിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ? അതാണ് നിങ്ങളെയും ഒരു ആൻഡ്രോയിഡാക്കി മാറ്റിയതല്ലേ? അതിന് ഡോക്ടർ പറയും, അതെ, കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം, ആദ്യം ഇവറ്റകളെ ഇല്ലാതാക്ക്. അതിന് 17 ദേഷ്യപ്പെട്ട് പറയും, ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും, നിങ്ങളുടെ എങ്കത്തിന് ജീവിക്കാൻ ഞങ്ങൾ ആളല്ല. നമ്പർ 18 പെണ്ണാണെങ്കിൽ ഇപ്പൊ ചുറ്റും നോക്കും. അപ്പോൾ അവരുടെ തൊട്ട് പുറകിലായിട്ട് നമ്പർ 16 എന്ന് പേരുള്ള മറ്റൊരു റോബോട്ട് കാണുകയാണ്. ഓ നമ്പർ 16, ഇങ്ങനെ ഒരു റോബോട്ടിനെ കൂടെ നീ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, നമുക്ക് എന്തുകൊണ്ട് ഇതിനെ നമ്മുടെ സഹായത്തിന് വേണ്ടി കൂട്ടിക്കൂടാ എന്ന് അവളാണെങ്കിൽ നമ്പർ 17നോട് ചോദിക്കും. അത് കേട്ട് അവൻ ഓക്കെ പറയും. ഇവിടെ ആ ഒരു സൂപ്പർ ഹീറോ ബോയ് അവനാണെങ്കിൽ ഷോക്ക് ആവുകയാണ്.
നോ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പാനിക്കാവും. മൊട്ടപ്പനാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇന്ന് രക്ഷപ്പെട്ടു പോയിക്കൂടാ, ഇനി ഇവിടെ നിന്ന വലിയ അപകടം ഉണ്ടാവുമെന്ന് പറയും. പക്ഷേ വെജീറ്റ ആണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവില്ല. ഇവിടെ നമ്പർ 18 പെണ്ണ് അവളത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. അതിന് ഡോക്ടർ ആണെങ്കിൽ വിളിച്ചു പറയും അത് വലിയ ആപത്താണ്, അവൻ ഈ ഗ്രഹത്തെ പോലും ഇല്ലാതാക്കും, അത് നിങ്ങൾ എനേബിൾ ചെയ്യാൻ പാടില്ല. അവളാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. ഡോക്ടർ അവളെ പിടിച്ചു വെക്കാൻ ശ്രമിക്കും. അവൾ കൈമടക്കി ഡോക്ടറിനെ ആഞ്ഞടിക്കും. ആൾ തെറിച്ചുപോയി അടിച്ചു വീഴും. ഡോക്ടർ സയന്റിസ്റ്റ് ആണെങ്കിൽ വീണ്ടും അവരെ തടയാനായിട്ട് ശ്രമിക്കും. അതിൽ കലിയിളകിയ 17 ആണെങ്കിൽ ആളുടെ ദേഹത്തേക്ക് അവന്റെ കൈ കുത്തിയിറക്കും. അതിനുശേഷം ഡോക്ടറുടെ തല അത് ചവിട്ടി തെറിപ്പിക്കുകയാണ്. തെറിച്ചുപോയ തലയാണെങ്കിൽ ഇപ്പൊ വീണ്ടും വീണ്ടും അവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. 7 ആണെങ്കിൽ ആ തല അങ്ങനെ ചവിട്ടി മെതിക്കും. അതിനുശേഷം അവർ രണ്ടുപേരും ചേർന്ന് ആ 16നെ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അത് കണ്ട സൂപ്പർ ഹീറോ പയ്യൻ അവന്റെ പവർ ഉപയോഗിച്ച് അവിടെ തകർക്കാനായിട്ട് ശ്രമിക്കും. ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഓ നോ, നീ വെറുതെ നിന്റെ പവർ വേസ്റ്റ് ആക്കരുത്. ഇപ്പോ നീ നിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ആ മല തകർന്നു പോയെന്നല്ലാതെ അവർക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അവരെ കാണിക്കും. അവരാണെങ്കിൽ ഇപ്പൊ ആ ഒരു ബോക്സ് അത് ഓപ്പൺ ചെയ്ത് 16നെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഭയപ്പെടും. ഇവിടെ സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ ഡബിൾ ഷോക്ക് ആവും. സത്യത്തിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒന്നിനെ കണ്ടിട്ട് പോലുമില്ല, ഇത് ശരിക്കും ഡേഞ്ചറാണ്. 17 ആണെങ്കിൽ ഇപ്പൊ 16നോട് പറയും, നിന്നെ പോലെ ഞങ്ങളെയും ഡോക്ടർ ജെറോം ക്രിയേറ്റ് ചെയ്തതാണ്. ആ ഗോക്കുവിനെ തകർക്കാനല്ലേ നിന്നെ ക്രിയേറ്റ് ചെയ്തത്. ആക്ച്വലി ഞങ്ങളെ ആ ഡോക്ടർ വല്ലാതെ ടോർച്ചർ ചെയ്തു. ഇത് സഹായിക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞങ്ങളെ ഭരിക്കാനായിട്ട് വന്നു. ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ട് ഡോക്ടറിന്റെ ശല്യം ഞങ്ങൾ ഒഴിവാക്കി. നമുക്ക് ഇനി ടീമായിട്ട് നിൽക്കാം. ഒരു കാര്യം നന്നായിട്ട് അറിയാം, നീ ഫോക്കസ്ഡ് ആണ്. നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് ഗോക്കുവിനെ ഇല്ലാതാക്കുക എന്ന ഫംഗ്ഷൻസ് മാത്രമാണ്. സോ എത്രയും വേഗം നമുക്ക് ഗോക്കുവിന്റെ അടുത്തേക്ക് ഒറ്റക്കെട്ടായി പോവാന്ന് പറഞ്ഞ് 3 പേരും ഇപ്പോൾ ഒന്നിച്ച് മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് പോകും. മൊട്ടപ്പനാണെങ്കിൽ വിളിച്ചു പറയും അവരുടെ ലക്ഷ്യം അത് ഗോക്കു ആണ്. എത്രയും വേഗം നമുക്ക് ഗോക്കുവിനെ പ്രൊട്ടക്ട് ചെയ്യണം. അത് കേട്ട് വെജീറ്റ ആണെങ്കിൽ പോവാൻ തയ്യാറാവും. ഉടനെ സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ ഇപ്പൊ വെജീറ്റയെ തടയാണ്. നിങ്ങളിപ്പോ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഗോക്കു ഒന്ന് ബാക്ക് ടു നോർമൽ ആവുന്നതുവരെയെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. നമ്മൾ 3 പേരും സൂപ്പർ സയൻ മോഡിലേക്ക് പോയി ഒരുമിച്ച് നിന്ന് ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവരെ തോൽപ്പിക്കാനായിട്ട് പറ്റൂ. അത് കേൾക്കേണ്ട താമസം വെജീറ്റ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, എന്റെ യഥാർത്ഥ ശത്രു അത് ഇവരല്ല, മറിച്ച് ആ കാക്കരോട്ടാണ്. റോബോട്ട്സുകളെ ഞാൻ ഒറ്റയ്ക്ക് ഇല്ലാതാക്കി അവസാനം ആ സയാൻ കാക്കരോട്ട് അവനെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ സൂപ്പർ ഹ്യൂമനെ ആഞ്ഞടിച്ച് വെജീറ്റ ആണെങ്കിൽ അവിടുന്ന് കടന്നു പോവാണ്. ആൾക്കാരും അവന്റെ തൊട്ട് പിന്നാലെ അവനെ ഫോളോ ചെയ്തു പോകും. കട്ട് ചെയ്ത ഇവിടെ റോബിനാണെങ്കിൽ അവന്റെ സ്കാർഫ് കഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനാണെങ്കിൽ അവളുടെ കുഞ്ഞിനെ കൊഞ്ചിക്കും. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്കൊന്നും സംഭവിക്കില്ല. ഫ്യൂച്ചറിൽ നീ വളരെ സ്ട്രോങ്ങും വളരെയധികം സുന്ദരനുമായിട്ടുള്ള ഒരു നല്ല പയ്യനായി മാറും. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ വാരിക്കോരി ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ഗോഹാനാണെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയെങ്കിൽ നമുക്ക് എത്രയും വേഗം ഗോക്കുവിന്റെ അടുത്തേക്ക് പോയിക്കൂടെ. അതിനവർ രണ്ടുപേരും ഓക്കെ പറഞ്ഞ് അവർ വീണ്ടും അവരുടെ യാത്ര ആരംഭിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു ഏകദേശം നോർമലായി മാറി. ഹാൻസം ബോയ് ആണെങ്കിൽ ചീച്ചോട് പറയും, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, ഗോക്കു ഇപ്പം നോർമൽ ആയിരിക്കുകയാണ്. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഈ മെഡിസിൻ വീണ്ടും അവന് കൊടുത്താൽ മതി. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോ ആ 3 റോബോട്ട്സ് അവർ 3 പേരും ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യും. 17 ആണെങ്കിൽ ഇപ്പൊ 16നോടും 18നോടും പറയും, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, നമുക്ക് എന്തുകൊണ്ട് ഫ്ലൈ ചെയ്ത് പോവാതെ ഒരു കാറിൽ അവിടേക്ക് പോയിക്കൂടാ, ഇത് കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവരങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുമ്പോൾ വജീറ്റ അവൻ അവിടേക്ക് കടന്നു വരും. നിങ്ങളെ 3 പേരെ ഇത്ര ഒതുക്കത്തിൽ കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല. എനിക്ക് നിങ്ങളെ 3 പേരെയും ഇവിടെ വെച്ച് ഇല്ലാതാക്കണം. അത് കേട്ട് 17 ആണെങ്കിൽ വെജീറ്റയെ പരിഹസിച്ച് ചിരിക്കും. നിങ്ങളുടെ ശക്തി എന്താണെന്ന് എനിക്കറിയില്ല, നിന്നെ ഇല്ലാതാക്കാൻ പോകുന്നത് ഞങ്ങളാണ്. നമ്പർ 16 അവനെ കൊന്നുകള. അതിന് നമ്പർ 16 ആണെങ്കിൽ ഞാനത് ചെയ്യില്ല എന്ന് പറയും. പക്ഷെ അടുത്ത നിമിഷം നമ്പർ 18 ആണെങ്കിൽ ആ ഒരു ചുമതല ഏറ്റെടുക്കുകയാണ്. ഇവന്റെ കഥ അത് ഞാൻ തന്നെ കഴിക്കുമെന്ന് പറഞ്ഞ് അവൾ മുൻപോട്ടേക്ക് വരും. വെജീറ്റയ്ക്കാണെങ്കിൽ ആവേശം കൂടും. സത്യത്തിൽ എനിക്ക് പെൺകുട്ടികളോട് ഫൈറ്റ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ നീ യഥാർത്ഥത്തിൽ ഒരു പെണ്ണല്ല, നീ ഒരു റോബോട്ടാണ്. അതുകൊണ്ട് തന്നെ നിന്നോട് ഫൈറ്റ് ചെയ്യാനും എനിക്ക് നല്ല ആവേശമുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.